പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ദൈവം ആരെ ഉപയോഗിക്കുന്നു, ആരെയൊക്കെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും, ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കുവാനിടയായത്. ഇന്നത്തെ എപ്പിസോഡിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്, ആരെയൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ആരെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിഷയമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കർത്താവിനെ ഇഷ്ടമാണ്. എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഫീൽഡിൽ, ജോലിയുടെ മുഖത്താകാം, ഏത് ഫീൽഡിലായാലും അവിടെ നമ്മെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ഇടപെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മയും അവിടെ ഉപയോഗിക്കും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:28 നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായത്. അതായത് പോഷന്മാരെ ദൈവം ഉപയോഗിക്കുന്നു, അതുമാത്രമല്ല ബലഹീനരെ ദൈവം ഉപയോഗിക്കുന്നു. ആമേൻ. ഈ ദൈവത്തിന് എല്ലാവരെയും ഉപയോഗിക്കാൻ ആഗ്രഹമാണ്. 5 കൂട്ടരെയാണ് ദൈവം പ്രധാനമായിട്ട് തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചു എന്ന്, അതായത് പ്രയോജനപ്പെടുത്തി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 3-ാമത്തെ കൂട്ടരെയാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമുള്ള തിരഞ്ഞെടുത്തു. ആമേൻ. ബലമുള്ളവരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനരെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവം എല്ലാവരെയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിത്വങ്ങളായി ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നാം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നയമാൻ്റെ വീട്ടിലെ പെൺകുട്ടി, സ്തോത്രം, ദൈവം ഉപയോഗിക്കുന്നതായി കാണുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ 3-ാമതായി ദൈവം ഉപയോഗിച്ചത് ആരെയാണ്? ഹീനമായതിനെ, അതായത് ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും തിരഞ്ഞെടുത്തു. ഹീനമായതിനെ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ. അപ്പോൾ ഉണ്ട്, ചിലരൊക്കെ ഉണ്ട്, പക്ഷേ അവരത് ഉപയോഗപ്പെടുത്തുന്നില്ല. ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ, കർത്താവിനെ ഉയർത്തേണ്ട സാഹചര്യങ്ങളിൽ, ചിലരെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ അവർ ഉണ്ട്. പക്ഷേ അവർ അത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഉള്ളതിനെ നീക്കിയിട്ട്, അതായത് ഉള്ളതിനെ, ഉണ്ടെങ്കിലും അതിനെ അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം നിയോഗിക്കപ്പെട്ട ചില ഹീനമായതിനെ കൂടെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് ആ മേഖലയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹീനമായതിനെ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ. അപ്പോൾ ചിലത് ഉണ്ടെങ്കിലും അത് പ്രയോജനമില്ല. പക്ഷേ പ്രയോജനം ഇല്ല എന്ന് മനുഷ്യൻ കണ്ടിരിക്കുന്ന ഹീനമായതിനെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഹീനമായതിനെ എന്ന വാക്കിന് അത് അർത്ഥം പറയുന്ന ഗ്രീക്ക് പദത്തിൽ അറിയപ്പെടാത്തത് എന്നുള്ളതാണ്. ഹീനമായത്, അറിയപ്പെടാത്തത്. കാരണം ചിലതൊക്കെ ദൈവം അറിയപ്പെടാത്ത വ്യക്തികളിലൂടെ സ്വർഗത്തിലെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ആരും അറിയപ്പെടുന്നില്ല. ആരും അതിനെ പ്രസിദ്ധപ്പെടുത്തുന്നില്ല. പക്ഷെ രഹസ്യങ്ങളായി മറഞ്ഞിരുന്നു കൊണ്ട് ആയിരിക്കുന്ന ഫീൽഡിൽ വിശ്വസ്തയോടെ ഇരുന്ന് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അവരെക്കുറിച്ച് നമുക്ക് അങ്ങനെ ദൈവം ഉപയോഗിക്കുന്നവരെ കുറിച്ചൊരു പ്രസക്തി കാണത്തില്ല. അതായത് എല്ലാവരും അവരെ അറിയണമെന്നില്ല. സ്തോത്രം, അറിയപ്പെടത്തില്ല. അവരെക്കുറിച്ച് മറ്റുള്ളവർ കേട്ടിട്ട് പോലുമില്ല. അതാണ് ഞാൻ മുന്നമേ സൂചിപ്പിച്ചത്. നയമാൻ്റെ വീട്ടിലെ പെൺകുട്ടി, വീട്ടുജോലിക്കാരി, പക്ഷേ ദൈവം അവളെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അത്ഭുതകരമായിട്ടും ആ പെൺകുട്ടിയിലൂടെ വലിയ
അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കണ്ടോ, ഹീനമായത് ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ഹീനമായ ചില പാത്രത്തെ കൂടെ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരത് അറിയപ്പെടുന്നില്ല. ഹീനമായതൊന്നും ചില വ്യക്തിത്വങ്ങളെയൊന്നും മറ്റുള്ളവർ അറിയപ്പെടുന്നില്ല. പക്ഷേ നമ്മളെ അറിയുന്ന ഒരുവനുണ്ട്, ഉയരത്തിലെ ക്രിസ്തുവാണ്. നയമാൻ്റെ വീട്ടിലെ പെൺകുട്ടി, വീട്ടുജോലിക്കാരി, ഹീനമായ, അതായത് അർത്ഥം അറിയപ്പെടാത്ത, സ്തോത്രം, നയമാൻ്റെ കുഷ്ഠരോഗം മാറുവാൻ കാരണമായത് ആ അടിമ പെൺകുട്ടിയാണ്. രോഗസൗഖ്യം ലഭിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന പ്രവാചകനുണ്ടെന്ന് നയമാന് വെളിപ്പെടുത്തി കൊടുത്തതും അവളായിരുന്നു. എന്നാൽ നയമാൻ്റെ കുഷ്ഠരോഗത്തിൻ്റെ പരിഹാരത്തിന് ദൈവം ഉപയോഗിച്ചത് ഒരു അടിമ പെൺകുട്ടിയാണ്. നയമാൻ സൗഖ്യമായി, എന്നാൽ ആ പെൺകുട്ടി പ്രസിദ്ധപ്പെട്ടില്ല. എന്നാൽ നയമാൻ്റെ വിടുതലിൻ്റെ കാരണമായത് അടിമ പെൺകുട്ടിയാണ്. അവൾക്ക് പ്രതിഫലം സ്വർഗത്തു നിന്ന് ദൈവം നൽകുന്നു. എന്നെ കേൾക്കുന്നവരെ, ഇതിൽ നിന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നൊരു ദൂതുണ്ട്. അതായത് നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. നീ ആയിരിക്കുന്ന ഫീൽഡിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാനും പരിചയപ്പെടുത്തുവാനും കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി ആയിരിക്കാം, ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുജോലിയിലായിരിക്കാം, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നീ സംതൃപ്തിയോടെ ചെയ്യുമ്പോഴും നിൻ്റെ മുമ്പിൽ വരുന്നവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ കഴിയും നിനക്ക്. ഹല്ലേലൂയ. നിന്നിലൂടെ അവരും യേശുവിനെ അറിയും. ഒരിക്കലൊരു ഡോക്ടർ തൻ്റെ ഫീൽഡിലായിരിക്കുമ്പോൾ തൻ്റെ അടുക്കൽ വരുന്ന രോഗികൾക്ക് പ്രാർത്ഥിക്കും മാത്രമല്ല, ചികിത്സകളെല്ലാം തീർന്ന് ഇനി യേശുവിനെ നിങ്ങളെ വിടിവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ഉണർത്തുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും അവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുകയും അങ്ങനെ അനേകർക്ക് സൗഖ്യം പ്രാപിക്കത്തക്കവണ്ണം ആ ഡോക്ടർ പ്രാർത്ഥിച്ച് അനേകർ സൗഖ്യമായി, വേഗത്തിൽ രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്നവർ സൗഖ്യമായി ഭവനത്തിൽ വേഗത്തിൽ പോവുകയും ചെയ്യും. എന്നാൽ അവർ അവരുടെ ജോലിയുടെ ഭാഗത്ത് അതിൽ കൂടെയാണ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. അവരെ ആരും പ്രസിദ്ധപ്പെടുത്തുന്നില്ല, ആരും അവരെ അറിയപ്പെടുന്നില്ല. കണ്ടോ, ഉള്ളതിനെ ഇല്ലായ്മയാക്കും. അപ്പം ചിലരൊക്കെ ആ ഫീൽഡിൽ ചെന്ന് ചിലത് ചെയ്യാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഉള്ള ചില ഹീനമായ, ആരും അറിയപ്പെടാത്ത, ലോകം അറിയപ്പെടാത്ത അവരാക്കിയിരിക്കുന്ന ഫീൽഡിൽ യേശുവിനെ പരിചയപ്പെടുത്തുവാനും അവരിലൂടെ ആയിരിക്കുന്ന ഇടത്ത് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യപ്പെടുന്നു. ദൈവം എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരിക്കൽ ശൗൽ ദുരാത്മാവ് വ്യാപരിക്കുമ്പോൾ, അതായത് ശൗലിന്മേലൊരു ദുരാത്മാവ് വ്യാപരിക്കുമ്പോൾ തൻ്റെ ഭൃത്യന്മാർ അത് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങിൽ ദൈവം അയച്ച ഒരു ദുരാത്മാവ് വ്യാപിക്കുന്നുണ്ട്, അത് നീങ്ങിപ്പോകുവാൻ രാജാവ് സംഗീതം കേൾക്കണം, അപ്പോൾ ആ ദുരാത്മാവ് നീങ്ങിപ്പോകും. രാജാവ് ചോദിച്ചു, അങ്ങനെ സംഗീതം വായിക്കാൻ ആരാണുള്ളത്? അവർ പരിചയപ്പെടുത്തുകയാണ്. ഈശായിയുടെ ഇളയ മകനുണ്ട്, ദാവീദ് എന്നാണ്, കിന്നരവായന നിപുണനാണ്, സംഗീതക്കാരനാണ്. അദ്ദേഹത്തെ വരുത്തി സംഗീതം കേൾക്കുമ്പോൾ രാജാവിനെ ബാധിക്കുന്ന ഈ ദുരാത്മാവ് നീങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, ആ ഭൃത്യന്മാർ പറഞ്ഞത് രാജാവ് അനുസരിച്ചു, അവനെ വരുത്തുക എന്ന് പറഞ്ഞു. ഉടനെ ഈശായിയെ അറിയിച്ചു. ഉടനെ ദാവീദിനെ കാട്ടിൽ നിന്ന് വരുത്തി രാജാവിൻ്റെ കൊട്ടാരത്തിൽ സംഗീതവും കിന്നരവും വായിച്ച് പാടുവാൻ വേഗത്തിൽ വന്നു ചേരുകയും ദാവീദ് കിന്നരം വായിച്ച് പാടിയപ്പോൾ ശൗലിന്മേലുള്ള ദുരാത്മാവ് മാറിപ്പോയി. ശൗലിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവ് മാറിപ്പോകുവാൻ സംഗീതം കേട്ടാൽ സൗഖ്യമാകുമെന്നുള്ള വെളിപ്പാട് ശൗലിന് പറഞ്ഞു കൊടുത്തത് തൻ്റെ കൊട്ടാരത്തിൽ ജോലിക്കായിരുന്ന ഭൃത്യന്മാരാണ്. കണ്ടോ, നയമാൻ്റെ കുഷ്ഠരോഗം മാറുവാൻ ഒരു പ്രവാചകനുണ്ട്. പ്രവാചകൻ രോഗസൗഖ്യമുള്ളതാണ്, അവിടെ പോയാൽ സൗഖ്യമാകുമെന്ന് പരിചയപ്പെടുത്തിയത് ഒരു പെൺകുട്ടിയാണ്. അതുപോലെ രാജാവിൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതൊരു ദുരാത്മാവാണെന്ന് വ്യക്തമായി
വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഭൃത്യന്മാർ പറയുന്നു, ഇത് ദൈവം അയച്ചൊരു ദുരാത്മാവ് മാറിപ്പോകുവാൻ അവർ അത് വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത് അവർ തിരിച്ചറിഞ്ഞു രാജാവിനെ ബാധിക്കുന്ന ദുരാത്മാവാണെന്ന് ഭൃത്യന്മാർ തിരിച്ചറിയുന്നു. രണ്ടാമതായി അവർ തിരിച്ചറിഞ്ഞത് ഇത് മാറുവാൻ ദൈവീക സംഗീതം കേട്ടാൽ ഇത് മാറും. മൂന്നാമതായി ഭൃത്യന്മാർ തിരിച്ചറിഞ്ഞത് സംഗീതം വായിക്കുന്ന നിപുണനായവരെ വരുത്തിയാൽ ഇത് സൗഖ്യമാകും. ഉടനെ രാജാവിനോട് പറയുന്നു, ഈ സംഗീതം വായിക്കുമ്പോൾ മാറിപ്പോകും. അങ്ങനെ വായിക്കുന്ന നിപുണനായ ഒരു വ്യക്തിയുണ്ടെന്ന് പരിചയപ്പെടുത്തുകയാണ്. ശൗലിൻ്റെ ദുരാത്മാവ് മാറുവാൻ കാരണമായത് ഭൃത്യന്മാർ ദാവീദിനെ പരിചയപ്പെടുത്തിയതിനാൽ സംഗീതം വായിക്കുന്ന ദാവീദിനെ ഉടനെ രാജാവ് കൊട്ടാരത്തിൽ വരുത്തുകയും ദാവീദ് സംഗീതം വായിക്കുമ്പോൾ ദാവീദ് സംഗീതം വായിക്കുമ്പോൾ ശൗലിന്മേലുള്ള ദുരാത്മാവ് മാറി സൗഖ്യമാക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ഹീനമായതിനെ, ആരും അറിയപ്പെടാതെ മറഞ്ഞിരിക്കുന്നവരെ ദൈവം ഉപയോഗിച്ച് ശക്തമായ അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ അന്നും ഇന്നും പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളാക്കി വെച്ചിരിക്കുന്ന ഏത് ഫീൽഡായിക്കൊള്ളട്ടെ, ഏത് ജോലി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയാണോ? എനിക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല, എനിക്ക് ദൂരങ്ങൾ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ജോലിയാണ്, ഭാരമാണ്, അങ്ങനെയൊന്നും എനിക്ക് ചെന്ന് കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഫീൽഡിൽ നിനക്ക് കർത്താവിനെ ഉയർത്തുവാനും കർത്താവിന് നിന്നെ ഉയർത്തുവാനും കഴിയും. നീ അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടെ യേശുവിനെ പരിചയപ്പെടുത്തിയാൽ മാത്രം മതി. പരിശുദ്ധാത്മ നിന്നെ ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉണർവിൻ്റെ വാക്താവായി ദൈവാത്മാവ് നിന്നെ പുറത്തെടുക്കും. നിന്നെ ആക്കിയിരിക്കുന്ന ഫീൽഡ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ സംതൃപ്തിയോടെ, അതിൽ പിറുപിറുക്കാതെ സന്തോഷത്തോടായിരുന്ന് തിരിച്ചറിഞ്ഞ് സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തിയാൽ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തമായി ഉപയോഗിക്കും. നീ ഒരു ഹീനപാത്രമല്ല, നീ ഒരു മാനപാത്രമാണ്. അതായത് ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ഹീനമായ ചിലതിനെ തിരഞ്ഞെടുത്ത പാത്രമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജോലിയുടെ മുഖത്തോ ഏത് ഫീൽഡിലായിരുന്നാലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കും. പരിശുദ്ധ കർത്താവേ, ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം. ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഫീൽഡിലായിരുന്നാലും പരിശുദ്ധാത്മാവ് അവിടെ ആക്കിയിരിക്കുന്ന ഇടത്ത് കർത്താവിനെ ഉയർത്തുവാൻ ദൈവർക്ക് അവസരങ്ങളും സാഹചര്യങ്ങളും കൊടുക്കണം. ഇവരിലൂടെ അത്ഭുതങ്ങൾ നടക്കട്ടെ, വീര്യപ്രവൃത്തികൾ നടക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.